വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് മടവൂർ പാറയിലാണ്. പ്രോബബ്ലി എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രിവാൻഡ്രത്തെ ഒരു സ്പേസ് അല്ല, ഒരു സ്ഥലമാണ്, ഒരു പ്ലേസ് ആണ് മടവൂർ പാറ എന്ന് പറയുന്നത്. സോ ഇന്ന് ഇച്ചിരി വെയിലൊക്കെ കുറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ച് ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, ഒരു തണുപ്പടിച്ചു ഇന്ന് ജസ്റ്റ് ചെറുതായിട്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് ചില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മടവൂർ പാറയിലോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, ഇവിടെ അടുത്ത് തന്നെ അമ്പലമുണ്ട്. അപ്പൊ ഞങ്ങള് അമ്പലത്തിലും പോവാം, ഇവിടെ വന്ന് കുറച്ചു നേരം ഈവനിങ് സ്പെൻഡ് ചെയ്യാം എന്നുള്ളൊരു 6:30 മണി വരെ നമുക്ക് ഇവിടെ നിൽക്കാനുള്ള ടൈം. 9:30 തൊട്ട് 6:30 വരെയാണ് ടൈമിങ്സ് എന്ന് പറയുന്നത്. നല്ലൊരു വൈബാണ് ഇവിടെ. ഇവിടെ ഈവനിങ്ങിൽ വരണം. രാവിലെ വരുന്നതിനേം കാട്ടിലും ഈവനിങ് ടൈമിലൂടെ വരുന്നതാണ് ബെസ്റ്റ്. നിങ്ങള് കാണാത്ത ഗസ്റ്റ്, ഞങ്ങളുടെ എല്ലാ സ്വത്തായ ഗസ്റ്റ് വന്നിരിക്കുകയാണ് ഇന്ന്. ഇതെങ്ങനെയോ കിട്ടി. ഞങ്ങള് ഒരുപാട് ഇതൊക്കെ ഇതല്ലേ, ഒരുപാട് റെക്കമെൻഡേഷൻ ഒക്കെ ചെയ്തു. പുറത്തുനിന്നൊക്കെ ഒരുപാട് റെക്കമെൻഡേഷൻ ഒക്കെ കിട്ടിയിട്ടാണ് ഇവിടെ മടവൂർ പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തങ്കോടുള്ളൊരു പ്ലേസ് ആണ്. ഇവിടെ ഇതിന്റെ അടുത്തായിട്ട് തന്നെ അമ്പലമുണ്ട്, ശിവക്ഷേത്രമാണ്. അപ്പം അത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങള് അമ്പലത്തിലും കൂടെ പോവാം, കയറാമെന്നുള്ളൊരു കഴിഞ്ഞിട്ട് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6:30 വരെയാണ് ഇവിടെ എൻട്രി ഉള്ളൂ ഇവിടെ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒന്ന് കയറി 6:30 ആകുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പുറത്തിറങ്ങണം. അപ്പം അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാമെന്നുള്ള ഒരു പ്ലാനിലാണ് വന്നത്. പക്ഷെ കൊള്ളാം, നല്ല അടിപൊളി പ്ലേസ് ആണ് ഇവിടെ. വൈകുന്നേരം മോർണിംഗിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈവനിങ് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. നല്ല വൈബാണ് വൈകുന്നേരം ഈ ടൈം. എനിക്ക് തോന്നുന്നു കുറച്ച് മഴയൊക്കെ പെയ്തപ്പോ ചൂട് കുറച്ച് കുറവുണ്ട്. ബട്ട് കൊള്ളാം, അടിപൊളിയാണ്, നല്ല വ്യൂ ഉണ്ട്. അതാണ് മെയിൻ കാര്യം. ഇവിടെ നല്ല നമുക്ക് ഇവിടെ വന്നിരുന്ന് കുറച്ചൊന്ന് റിലാക്സ് ആവാനായിട്ട് പറ്റിയ സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ 3 പേരും കൂടെ ഇന്ന് ഇറങ്ങി. ഒരുപാട് വർഷം പഴക്കമുള്ളതാന്ന് തോന്നുന്നു ഇവിടെ അല്ലേ. അമ്പലമൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള അമ്പലമാണ്. പാറയ്ക്കടിയിലാണ് അമ്പലം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രത്യേകത, ഇത് പാറയുടെ അടിയിലാണ് അമ്പലം വരുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ച് ഒരു വ്ലോഗായിട്ട് എടുക്കാതെ. അതിങ്ങനെയാണ് ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ച് ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ള കാര്യമൊക്കെ കാണിച്ച് ഇന്നത്തെ വ്ലോഗ് ഒന്ന് ഇതാക്കാം, ഉഷാറാക്കാനാണ്. സോ നമുക്ക് ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മളിങ്ങനെ കുറച്ചൊന്നും നടക്കാറുണ്ട്. അപ്പൊ അതുവഴി നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പാറയുടെ മണ്ടയിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു വ്യൂ ഉണ്ട്. നല്ലതാ, നമുക്ക് അവിടെ ഇരിക്കാനും കുറച്ച് സ്പേസ് ഉണ്ട്. പക്ഷേ ഇത്ര നടക്കണം, അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. നടന്ന് ബാംബു ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ മുകളിലെത്തി. ഇവിടെ ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട്. അപ്പൊ ഇരുന്ന് നമുക്കൊന്ന് റിലാക്സ് ആയിട്ട്, എന്താണെന്ന് അറിയില്ല, മഴയായോണ്ടാണോ അല്ല മഴയല്ല വെയിലായോണ്ടാണോ എന്നറിയില്ല. അല്ല ഇന്ന് പൊതുവെ ചൂടാണല്ലോ, അതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇവിടെ, ആരുമില്ല. ഞങ്ങൾ 3 പേര് മാത്രം. സാധാരണക്കാലും ആൾക്കാരെക്കാളും ഇന്ന് കുറവായിരുന്നു. ഭയങ്കര ഒരു ക്രൗഡഡ് അല്ലായിരുന്നു. കയറി വരുമ്പോഴത്തേക്കും കുറച്ച് പിള്ളേർ അവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് പാർക്ക് പോലെ ഒരു സംഭവമുണ്ട്, ഊഞ്ഞാലും അതൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേർ, പിന്നെ അവിടെ എവിടെ ആയിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ, അത്രേ ഉള്ളൂ. അല്ലാതെ
ഭയങ്കര ഓവർ ക്രൗഡഡ് ഒന്നും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇവിടെ. നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവർ ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വൈകുന്നേരം ടൈമൊക്കെ ഇവിടെ വരണം. ട്രിവാൻഡ്രത്ത് ഇല്ലാത്തവരും നിങ്ങൾക്കും വരാം. ഇവിടെ നല്ല ബെസ്റ്റ് പ്ലേസ് ആണ്, ഭയങ്കര പീസാണ്. ഈ ഒരു ടൈമൊക്കെ വന്നിരിക്കുമ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഇരിക്കാം, കപ്പിൾസ് ആയിട്ട് വന്നിരിക്കാം, എങ്ങനെയായിരിക്കാം, ഭയങ്കര ഫാമിലി ആയിട്ട് വന്നിരിക്കാം. ഫാമിലി ആയിട്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇവിടെ മീൻസ് ഇപ്പോഴത്തെ ഈ ഒരു ചൂടായതുകൊണ്ട് അറിയത്തില്ല, താഴെയാണ് കുറച്ചും കൂടെ കാറ്റുണ്ട് കുറച്ച്. മുകളിലാകുമ്പോൾ ഭയങ്കര ചൂടെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മൾ നടന്നിങ്ങ് കയറി വന്നത് കൊണ്ടായിരിക്കും. ഹൈറ്റില്ല, അപ്പൊ അത് അത്രയും നടന്ന് കയറി വന്നപ്പോഴത്തേക്ക് അതിന്റെ ഒരു ബാംബൂസ് ആണ് മുഴുവനും. തിരിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടാണ് കയറുന്നതിനും കാട്ടിലും. ഈ സ്ലിപ്പറിയാണ് നമ്മൾ ഈ ബാംബൂസിന്റെ പുറം ഭാഗമല്ലേ, അപ്പം അതുകൊണ്ട് സ്ലിപ്പ് ചെയ്യാൻ വീഴാനുള്ള സാധ്യത. പാട് ഗ്രിപ്പ് കിട്ടത്തില്ല, പിടിച്ച് ഇറങ്ങണം. ഇങ്ങനെ അടിപൊളി പ്ലേസ് ആണ്. എന്തായാലും നിങ്ങൾ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളവരെല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക. വരണം, അടിപൊളി പ്ലേസ് ആണ്. ഈവനിങ് ആയിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിനി നമ്മൾ കുറച്ചൊക്കെ ഇവിടെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇറങ്ങുന്ന ടൈമായി. 6:30 വരെ നമുക്ക് ഇവിടെ നിൽക്കാനുള്ള ടൈം ഉള്ളൂ. പകുതിയായി, നമുക്ക് ഇറങ്ങാൻ ടൈമായി. നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഒന്ന് ഇരുന്നിട്ട് നമ്മളിപ്പോൾ ഇറങ്ങും പുറത്തോട്ട്. അപ്പോൾ താഴെ ഇറങ്ങിയിട്ട് കാണാം. എന്താ പറയേണ്ടത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സോ അല്ലെങ്കിൽ ചായയോ ഒക്കെ കുടിക്കാൻ വേണ്ടി ഇവരിപ്പം ഇവിടെ ഒരു ക്യാൻറ്റീൻ തുടങ്ങിയിട്ടുണ്ട്, കുടുംബശ്രീ ക്യാൻറ്റീൻ. അടിപൊളിയാണ് ഇത് കാണാനൊക്കെ. നന്നായിട്ട് ഞാൻ വിചാരിച്ചു, ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഇത് തുറന്നിട്ടില്ലേ, ഇപ്പോഴാണ് ഗ്ലാസ് ആണ് അപ്പുറം. മുകളിലും സീറ്റിംഗും താഴെ സീറ്റിംഗും അത്യാവശ്യം. ഇത് ക്യാൻറ്റീനാണ്, ഇവിടുത്തെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ അല്ലേ നടത്തുന്ന ഒരു ക്യാൻറ്റീനാണ്. കുറച്ച് നാളുകളായിട്ട് ഇതൊന്ന് റിനോവേറ്റ് ചെയ്തെടുത്തിട്ട് ഇവിടെ വൈകുന്നേരം വന്നിട്ട് നമുക്കൊരു ചെറിയ ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ ഇരുന്ന് കുടിച്ച് നമുക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ ഈ പ്ലേസ് ഒക്കെ. നല്ല വൈബുണ്ട്, കാരണം മുകളിലും സീറ്റിംഗ് ഉണ്ട്. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ ഒന്ന് ആയിട്ട് ഇപ്പോഴാണ് വരുന്നത്. നമ്മളിപ്പോൾ നല്ല ചൂട് ബജിയും പഴംപൊരിയും ചായ. ഈ ചായ കുടിക്കുന്നതെന്ന് പറയുന്നത് വല്ലാത്തൊരു ബോണ്ടിങ് ആണ് കേട്ടോ. സത്യം, ഫ്രണ്ട്സുമായിട്ട് ചായ കുടിക്കാൻ പോകുന്നത്, അത് ഈവനിങ് ടൈംസിൽ അല്ലെങ്കിൽ ഒരു രാത്രിയൊക്കെ ചായ കുടിക്കാൻ പോകുന്നത് ബെസ്റ്റ് ഫീലിംഗ് ആണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, ഇനി നിങ്ങളെയും കൂടാം. ഇനി നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഷോർട്സ് ആയിട്ട് വരുന്നതാണ്. മറ്റാളെ മുങ്ങി ഞങ്ങളുടെ അടുത്തില്ല, അപ്പുറത്തിരിക്കും. അങ്ങനെ ഞങ്ങൾ മുകളിലൊക്കെ പോയി കണ്ട് താഴോട്ട് വല്ല വിധന് ഇറങ്ങിയപ്പോൾ ആണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. പൊന്നേ, എൻ്റെ മനസ്സ് കവർന്നു ആ കാഴ്ച. എന്നിട്ട് ചായയൊക്കെ കുടിച്ചു, ചായയും ഞങ്ങളിപ്പോ സെറ്റായി. അങ്ങനെ ഇപ്പൊ മണി 6:30 കഴിഞ്ഞു. ഇനി നമുക്ക് ഇനി ഇവിടെ അലോഡല്ല, ഞങ്ങൾക്ക് ഇനി പുറത്തിറങ്ങണം. അപ്പം നല്ലൊരു രസമുള്ളൊരു നല്ലൊരു വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വരാം, റിലാക്സ് ചെയ്യാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റോഡ് കാണാം, അവിടെ നിന്ന് വണ്ടി പോകുന്നത് കാണാം, പിന്നെ ഒരുപാട് ഫ്ലാറ്റ് ലൈറ്റ്സ് എല്ലാം കാണാം. അപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ, കുറച്ചൊന്ന് ഈവനിങ് ടൈം ആയിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് അടിപൊളിയായിട്ട് നിന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണിത്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഞങ്ങൾ ഉഷാറായിട്ടുണ്ട്. കാരണം ഞങ്ങൾ നല്ലൊരു വ്യൂവും ചായക്ക് കുടിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് രണ്ടുപേരുടെ കൂടെ ഞാൻ അടിച്ചു പൊളിച്ചു. നിങ്ങൾക്കും ആവശ്യമാണെങ്കിൽ വരാം, വന്നിരിക്കാം. ആവശ്യമില്ല, നിങ്ങൾ വരണം എന്നാണ് ഞാൻ പറയുന്നത്. വരണം. നമ്മൾ ട്രിവാൻഡ്രത്ത് ഉള്ളവർ പോലും ഇവിടെ വന്നില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബാഡാണ്. വരണം, വന്ന് കാണാം. എന്തായാലും നല്ല ഇരുട്ടി തുടങ്ങി, ഞങ്ങൾ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. എല്ലാവരും വരണം, നല്ലൊരു പ്ലേസ് ആണ്. വൈകുന്നേരം ഫ്രണ്ട്സ് ആയിരുന്നാലും ഫാമിലി ആയിരുന്നാലും കപ്പിൾസിനായാലും എല്ലാവർക്കും നമുക്ക് നന്നായിട്ട് ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി വൈബ് പ്ലേസ് തന്നെയാണ് മടവൂർ പാറ. നമ്മളെ പോത്തൻകോട് സൈഡാണ്. വരണം. പിന്നെ ട്രിവാൻഡ്രത്ത് ഇല്ലാത്തവർക്കും വരാം, ബെസ്റ്റ് പ്ലേസ് ആണ്.
അപ്പോൾ സോ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. എല്ലാവർക്കും ഇത് കണ്ട് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.